റോഡ് കണ്ടിട്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ. റോഡ് ചെന്നെത്തുന്നത് ഒരു പ്ലാന്റേഷൻ്റെ നടുക്ക് 2 ബെഡ്റൂം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ്. ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഞാനിപ്പോൾ ഉള്ളത് കൂനൂർ ഗ്രീൻ പാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയിലാണ്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാം. 24 ഏക്കർ ലാൻഡിൻ്റെ നടുക്ക് 2 കോട്ടേജസ് മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ പ്രൈവറ്റ് ലോണും അത്യാവശ്യം നമുക്ക് എന്താ പറയുക ക്യാമ്പ് ഫയറിൻ്റെ ഏരിയയും അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങളൊന്ന് കാണാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഊട്ടിയിലേക്കും കൂനൂരിലേക്കും 18 കിലോമീറ്റർ മാത്രമാണുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഊട്ടിയിൽ അക്കോമഡേഷൻ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ കൂനൂരാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കേട്ടോ ഇത്. ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി വരണത് ഊട്ടിയിലാണെങ്കിലും കൂനൂരാണെങ്കിലും പ്രൈവറ്റ് സ്റ്റേസ് ചോദിച്ചിട്ടാണ് കേട്ടോ. ഇത് കണ്ടോ, ഇവിടുത്തെ ഒരു ലോൺ സ്പേസ് നോക്ക്. 2 റൂമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. 2 റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോട്ടേജ്. ഒരു കോട്ടേജ് ഒരു സൈഡിലും മറ്റേ കോട്ടേജ് വേറൊരു സൈഡിലും. പ്രൈവസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക പ്രൈവസി ഉള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു 6 പേര് 7 പേരൊക്കെ ഉള്ളൊരു ഫാമിലി വരുവാണെങ്കിൽ നിങ്ങൾ മാത്രമായിട്ട് ഒരു 15 ഏക്കർ തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഇതാണ് ഇവിടുത്തെ ഒരു കോട്ടേജ്. ഈ ഒരു കോട്ടേജിൻ്റെ ബാൽക്കണി സ്പേസിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ടീ പ്ലാന്റേഷൻ്റെ വ്യൂ കിട്ടും കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു വ്യൂ ആണ് നമുക്ക് ഈ ഒരു ബാൽക്കണി സ്പേസിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യൂ. ദെൻ നമ്മൾ അകത്തേക്ക് കയറുന്ന സമയത്ത് ഇതാണ് ഈ ഒരു കോട്ടേജിൻ്റെ ഇൻസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡ് നമുക്ക് ഗ്ലാസ് കവേർഡ് ആണ്. ഗ്ലാസ് കർട്ടൻസ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാന്റേഷൻ്റെ വ്യൂ കിട്ടും കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് 3 ബെഡ് ഉണ്ട്. 3 ബെഡ് എന്ന് പറഞ്ഞാൽ ഒരു കിങ് സൈസ് ബെഡും ഒരു സിംഗിൾ ബെഡും ആണ് ഇതിനകത്തുള്ളത്. ഒരു 3 പേർക്ക് ഈസി ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് ഇത് കണ്ടോ. നമുക്ക് ഡയറക്റ്റ് ടീ പ്ലാന്റേഷൻ്റെ വ്യൂ ഈ ഒരു റൂമിൻ്റെ അകത്ത് നിന്നും കിട്ടും. അത്യാവശ്യം എന്താ പറയുക ഫാമിലിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹണിമൂൺ കപ്പിളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ പ്രൈവസി ആയിട്ട് നിങ്ങൾ മാത്രമായിട്ട് പ്രൈവസി ആയിട്ട് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ക്രിയേറ്റേക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിച്ചൺ വേണമെങ്കിൽ കിച്ചൺ ഫെസിലിറ്റി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ടോയ്ലറ്റ് സ്പേസും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മോഡേൺ എമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവർ യൂസ് ചെയ്യണത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പേടിയാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊന്നും വേറെ വീടുകളോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല. നമ്മൾ മാത്രമായിട്ടുള്ളൊരു സ്റ്റേ അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയമാണെങ്കിൽ അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ് ഇവിടെ. ഇത് കണ്ടോ, ലോൺ സ്പേസ് ഒക്കെ ആണെങ്കിൽ നമുക്കിവിടെ ലോൺ സ്പേസ് ഉണ്ട്. ചെറിയ സ്വിങ്സും കാര്യങ്ങളൊക്കെ ഇവർ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഗാർഡൻ ഏരിയ ഒക്കെ ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ശരിക്കും നമ്മുടെ നാട്ടിലൊന്നും എന്താ പറയുക ഇതേപോലെ ഇത്രയും ആംബിയൻസ് ഉള്ള ഒരു പ്രോപ്പർട്ടി നമുക്ക് ഇത്രയും ബഡ്ജറ്റായിട്ടുള്ള റേറ്റിൽ കിട്ടിയിട്ടില്ല. ശരിക്കും ഇവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചീപ്പ് റേറ്റാണ് കേട്ടോ. നമുക്ക് 5500 ഒക്കെ ഓഫ് സീസണിൽ ഇവിടെ റേറ്റ് വരുന്നുണ്ട്. ഭയങ്കര ചീപ്പാണ്. ഈ ഒരു എൻ്റയർ പ്രോപ്പർട്ടി പെർ കപ്പിൾ അവർ ചാർജ് ചെയ്യണത് 5500 ആണ്. എക്സ്ട്രാ പേഴ്സണൊക്കെ വരുവാണെങ്കിൽ അഡീഷണൽ ചാർജ് ഉണ്ടാവും. പിന്നെ നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഓഫ് സീസൺ റേറ്റിൽ ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് കണ്ടോ, നമുക്കിവിടെ റെസ്റ്റോറൻറ്റ് സ്പേസ് വരെ ഉണ്ട്. അത്യാവശ്യം അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. നമുക്ക് ലോൺ സ്പേസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു കപ്പിള് ഹണിമൂണൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഹണിമൂൺ കപ്പിൾസൊക്കെ വരുവാണെങ്കിൽ അടിപൊളിയായിട്ട് നല്ല പ്രൈവസിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇതാണ് ഇവിടുത്തെ വേറൊരു കോട്ടേജ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ 2 കോട്ടേജും 2 സൈഡിലാണ്. ഈ ഒരു കോട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു 2 ബെഡ്റൂം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലാണ്. ചെറിയൊരു സിറ്റ് ഔട്ട് സ്പേസ് ഉണ്ട്. നമ്മളകത്തേക്ക് കയറുന്ന സമയത്ത് വലിയൊരു ഹോൾ സ്പേസ് ആണ്, ഒരു ലിവിങ് ഏരിയ ആണ്. ഇത് കണ്ടോ, നമുക്ക് എന്താ പറയുക ഇവിടെ ഒരു ബെഡ് ഉണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു ഡൈനിങ് സ്പേസ് ഉണ്ട് അവിടെ. അതേപോലെ തന്നെ ചെറിയൊരു കിച്ചൺ സ്പേസും കൂടി ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു കിച്ചൺ സ്പേസും കൂടി ഉണ്ട്. ഇതാണോ, ചെറിയൊരു കിച്ചൺ സ്പേസ് ആണ്. നമുക്ക് എന്താ പറയുക ചെറിയ ടീ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ. വലിയ കിച്ചൺ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ദെൻ നമ്മളെന്താ പറയുക ഈ ഒരു സ്പേസിൽ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് ബെഡ്റൂം സ്പേസിലേക്കുള്ള എൻട്രി ആണ്. അത്യാവശ്യം ഈ ഒരു ഹോളിലാണെങ്കിൽ ഒരു 2-3 എക്സ്ട്രാ ബെഡും കൂടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ദെൻ നമ്മുടെ ബെഡ്റൂം സ്പേസിലേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ബെഡ്റൂം സ്പേസ് വരുന്നത്. ഇത് കണ്ടോ, ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ പറയുക ഒരു ചെറിയ സ്പേസ് ആണ് ബെഡ്റൂമിൻ്റെ സ്പേസ് ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, നല്ല സ്പേസ് ഉണ്ട്. ഒരു ഫാമിലി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 6-7 പേരൊക്കെ വരുവാണെങ്കിൽ ഈസി ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യാവുന്നത്. ഇത്രയും വലിയ പ്രോപ്പർട്ടിയിൽ ഒരു 6 പേര് 7 പേരൊക്കെ വന്നിട്ട് ചില്ല് ചെയ്യണ ഒരു ആംബിയൻസ് ആലോചിച്ചൊക്കെ. ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പാർക്കിംഗ് സ്പേസ്. നമുക്ക് എന്താ പറയുക നമ്മുടെ വണ്ടികളെല്ലാം പ്രൈവറ്റായിട്ട് സെക്യൂർഡായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യം ആനയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് ഗേറ്റും കാര്യങ്ങളൊക്കെ ഫെൻസിങ് ഉണ്ട്. ശരിക്കും പേടിക്കാനൊന്നുമില്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടൈം ഇവിടെ കെയർ ടേക്കറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവരിവിടെ പ്രിപ്പയർ ചെയ്ത് തരും.
അപ്പോൾ ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി കേട്ടോ. ബെസ്റ്റ് അവൈലബിൾ റേറ്റിൽ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള പുതിയ പുതിയ അക്കോമഡേഷൻസിൻ്റെ വീഡിയോസ് കാണാനായിട്ട് ജസ്റ്റ് നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയൊരു ഡെസ്റ്റിനേഷനിൽ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ. താങ്ക് യു.